അപ്പോൾ അത് ഇന്ന് സർവീസിന് വന്നേക്കണത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി ചാർജിങ് ലിഥിയം അയൺ ബാറ്ററിയിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇത് നമ്മളിത് അഴിച്ചു വെച്ചിട്ടുണ്ട്. സ്ക്രൂകളൊന്നുമില്ല, മിസ്സിങ് ആണ്. സർവീസിന് കൊടുത്തിട്ട് അവർ ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ആയിട്ടുമാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം 250 രൂപ വരുന്നൊരു ബാറ്ററിയാണത്. 800 മില്ലി ആംപിയർ അതിനകത്തുണ്ട്. ചാർജ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. 800 മില്ലി ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഏകദേശം അതിന് ഈക്വലായിട്ടുള്ള സൈസുമാണ്. പിന്നെ ഈ വരുന്നത് TPAയുടെ ചാർജിങ് ബോർഡാണ്. ടൈപ്പ് സി ടൈപ്പാണ്, പുതിയത് തന്നെയാണ്. അപ്പോൾ അതിന് ഏകദേശം 60 രൂപ 50 രൂപ റേഞ്ചിൽ കിട്ടും നമുക്ക്. അപ്പോൾ അതേ നമുക്ക് വർക്ക് കൊടുങ്ങാം. ഇതേപോലെ നമ്മൾ അതിൽ നിന്ന് ഡീസോൾഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ 2 ബാറ്ററിയുടെ കണക്ടേഴ്സ് എല്ലാം എടുത്ത് ഒഴിവാക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല, ഇത് കളയാക്കാം. കേബിൾ ടി ഓപ്പറേറ്റർമാർക്കൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ മീറ്റർ റിപ്പീറ്റഡ് യൂസ് വരുന്ന കാരണം ഏത് തരം ബാറ്ററി മാറ്റേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്ത് കുറേ നാൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോർഡിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ടൈപ്പ് സിയുടെ ബോർഡ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ റെസിൻ ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചുറ്റും ഇതേപോലെ ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. റെസിൻ ഉണങ്ങുന്ന വരെ ഈ ടേപ്പ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.